പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. ഹോർമുസ് അടച്ചതായി ഔദ്യോഗികമായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. വിനോദ് വാർഡസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, ഈ അമേരിക്കയുടെ പ്രഖ്യാപനം അത് പാഴ്വാക്കാവുകയാണ്. ഒരിക്കൽ കൂടി ഇസ്രായേലാണ് ഇത്തവണ ആക്രമണം നടത്തിയതെന്ന് പറയാം. പക്ഷേ അമേരിക്ക അവിടെ സഖ്യകക്ഷി അവിടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഇല്ല ഉടൻ വെടിവെപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ എന്നുള്ള മട്ടിൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ അനങ്ങില്ല എന്നൊക്കെ. പക്ഷേ അതിനിടയിലാണ് വലിയ തോതിൽ ഈ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം വന്നത്. എങ്ങനെയാണ് ഇറാന്റെ അതിനോടുള്ള പ്രതികരണം? ഒപ്പം ഈ ഹോർമുസ് കടലിടുക്ക് ഔദ്യോഗികമായി അടച്ചു എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനമൊക്കെ വലിയ തോതിൽ രാജ്യാന്തര ശ്രദ്ധ പിടിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്? എൽദോ, അടുത്ത മാസം 6 വരെ താൽക്കാലിക വെടിനിർത്തൽ എന്നതായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം. ട്രംപ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു എന്ന് മാത്രമല്ല, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്നതായിരുന്നു ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം. പക്ഷേ അത് തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കൊണ്ടാബ്. അവരുടെ ഇറാനിലെ ആണവ കേന്ദ്രമാണ്, യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ഇടമാണ്. അവിടെ ഈ സഖ്യസേനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടന്നു. എന്നാൽ ആൾനാശമോ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളോ ഇല്ല, അണുവികരണമില്ല എന്ന കാര്യമാണ് ഇറാൻ പറയുന്നത്. പക്ഷേ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വീണ്ടും പറയുന്നു. അത് ഒരുപക്ഷെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആയിരിക്കില്ല, ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ പ്രദേശങ്ങളിൽ നിന്ന് മാറി ഇവരുടെ വ്യാപാര കേന്ദ്രങ്ങളെ ആക്രമിക്കും, ഇവരുടെ വാണിജ്യ അടിത്തറയെ ആക്രമിക്കും എന്ന നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റ്, അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ക്രൂഡിൻ്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഹോർമുസ് അടച്ചതോടുകൂടി വീണ്ടും വലിയ വിലക്കയറ്റമാണ് സംഭവിക്കുന്നത്. $100 എന്ന നിലയിലേക്ക് ബാരലിൻ്റെ വില മാറുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് കാണുന്നത്. നേരത്തെ എക്സൈസ് തീരുവ ഇന്ത്യ കുറച്ചിരുന്നു. പെട്രോളിന് ഉണ്ടായിരുന്ന 13 എന്ന തുക 13 രൂപ എന്നത് അത് 10%, 13% 3% നിലനിർത്തിക്കൊണ്ട് ബാക്കി ഒഴിവാക്കുകയും ഡീസലിൻ്റെ അത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ വിൽപ്പന വിലയിൽ ഇത് ബാധിക്കുന്ന രീതിയല്ല. നേരത്തെ തന്നെ വാങ്ങിയ വിലയ്ക്ക് ആളുകൾ വാങ്ങേണ്ടി വരും. പക്ഷേ രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയിൽ വലിയ കുറവുണ്ടാകും. ഏതാണ്ട് 1.5 ലക്ഷം കോടിയോളം രൂപ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കുറവ് വരും, വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഹോർമുസിൽ ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതോടുകൂടി വീണ്ടും ആശങ്ക ഉടലെടുക്കുകയാണ്. ഓഹരി വിപണി, ഇന്ത്യയിലെ മാത്രമല്ല US ഓഹരി വിപണിയും തകർന്നടിയുന്നൊരു കാഴ്ചയാണുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചും വെല്ലുവിളിയുള്ള ഒരു സമയം തന്നെയാണ്. അമേരിക്കയിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഒരു ഇടക്കാല ഹിതപരിശോധനയ്ക്കുള്ള സമയമാണ്. ട്രംപ് ഭരണകൂടത്തിന് ജനങ്ങളുടെ പിന്തുണ തേടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും അക്ഷരാർത്ഥത്തിൽ കുടുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പല പ്രമുഖരും രാജിവെച്ച് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. JD വാൻസ് ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്ത നിലപാടുമായി നിൽക്കുന്നവർ സമവായ ചർച്ചയുടെ സാധ്യതകളാണ് തേടുന്നത്. ട്രംപ് ആകട്ടെ ഇക്കാര്യത്തിൽ വീണ്ടും വെല്ലുവിളികൾ നടത്തുന്നു. താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്നു, ഇറാൻ തങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഹോർമുസിൻ്റെ പേര് തന്നെ ട്രംപ് കടലെടുക്ക് എന്ന് അദ്ദേഹം പറയുന്നു. ഒബാമയെയും ജോ ബൈഡനെയും ഉൾപ്പെടെയുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ ഭരണകാലങ്ങളിൽ ഇറാന് വലിയ സാമ്പത്തിക സഹായം ചെയ്തു, ഇറാനെ ആണവശക്തിയാക്കാൻ ശ്രമിച്ചത് ഇവരാണെന്ന് ആക്ഷേപിക്കുന്നു. ട്രംപ് ഓരോ ദിവസവും പല നിലപാടുകൾ പറയുകയാണ്. വെടിനിർത്തലിൽ പോലും അതാണ് പ്രകടമായത്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ സംഭവിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു കാര്യം, റഷ്യ ഉക്രൈൻ സംഘർഷം നടക്കുന്നൊരു സമയമുണ്ട്. അതിപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്നൊരു സാഹചര്യം. ബാൾട്ടിക് തീരത്തേക്ക് റഷ്യയുടെ മേഖലയാണ്. അവിടെ ഇന്ധനവുമായി ബന്ധപ്പെട്ട് തീരങ്ങൾ, തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടേക്ക് ഉക്രൈൻ്റെ ആക്രമണം കൂടുതൽ ശക്തമാകുന്നു. അതൊരു മറ്റൊരു യുദ്ധമായി മാത്രം കാണാൻ കഴിയില്ല. കാരണം സൗദിയെ സഹായിക്കാൻ ഉക്രൈൻ രംഗത്തേക്ക് വരുന്നുവെന്നാണ് സെലൻസ്കി തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. കാരണം റഷ്യയുമായി അവർക്ക് യുദ്ധം ചെയ്ത് പരിചയമുണ്ട്. റഷ്യയുടെ ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് സൗദിക്ക് ആ സഹായം നൽകാൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞു, ആ സഹായം നൽകി തുടങ്ങി എന്ന് പറയുന്നു. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തോ ഒരുപക്ഷെ ഒരു ലോക യുദ്ധം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പോലും ചില പ്രതീതികൾ, ചില സൂചനകൾ, അങ്ങനെ രാജ്യങ്ങൾ ചേരിതിരിയുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചൈന സഖ്യരാജ്യമാണ് അല്ലെങ്കിൽ ചൈന സുഹൃത്ത് രാജ്യമാണെന്ന് പറഞ്ഞിരുന്ന ഇറാൻ ചൈനയുടെ 2 എണ്ണക്കപ്പലുകൾ തടഞ്ഞിട്ടിരിക്കുന്നു. ഇത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഉത്തര കൊറിയയ്ക്കൊപ്പം റഷ്യയ്ക്കൊപ്പം ചൈന കൂടി ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇത്ര നാൾ എടുത്തിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ചൈനയുടെ കപ്പൽ തടഞ്ഞു എന്ന ചോദ്യം അവശേഷിക്കപ്പെടുന്നു. മാത്രമല്ല, നാറ്റോയ്ക്കെതിരെ ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു. നാറ്റോയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക
സഹായം അവസാനിപ്പിക്കുമെന്നാണ്. 32 അംഗരാജ്യങ്ങളാണ് അതിലുള്ളത്. അതിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ യുദ്ധത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ്. പലരും പിന്മാറി നിൽക്കുന്നു. ഇറാനാകട്ടെ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് നന്ദി പറയുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ ഒരു സംഘർഷാവസ്ഥ. അത് വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ ആദ്യം വിപണി ഒന്ന് ശക്തിപ്പെട്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും അക്രമങ്ങൾ തുടരുന്നതോടുകൂടി ഓഹരി വിപണിയും മറ്റ് എണ്ണവിലയും അടക്കമുള്ളവ ഒരു